ശ്രീജിത്ത് സാർ നമസ്കാരം. ശശി തരൂർ കോൺഗ്രസിനെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോയതിനെ വല്ലാതെ പ്രശംസിച്ചിരിക്കുന്നു ശശി തരൂർ. ഈ പറയുന്നത് പോലെ ഈ ഇല്ലീഗൽ എമിഗ്രൻസിനെയൊക്കെ നാട് കടത്തുന്ന കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല എന്നും, പക്ഷെ ആ കൊണ്ടുവരുന്ന രീതിയിലാണ് ബുദ്ധിമുട്ട് എന്നും ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നേക്കാൾ മികച്ച നെഗോഷിയേറ്ററാണ് നരേന്ദ്രമോദി എന്ന് ട്രംപ് പറഞ്ഞതിനെ നമ്മൾ അങ്ങേയറ്റം നല്ല രീതിയിൽ സ്വീകരിക്കണമെന്നും, നരേന്ദ്രമോദിയും ട്രംപുമായിട്ടുള്ള ഈ സന്ദർശനം അല്ലെങ്കിൽ ആ സൗഹൃദമൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന തരത്തിലൊക്കെ ശശി തരൂർ ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോ ശശി തരൂർ എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്? ഒരു BJP MP പ്രതികരിക്കുന്നത് പോലെയാണ് അദ്ദേഹം പറയുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഒരുപക്ഷെ ലോകം കണ്ടൊരു മനുഷ്യന് സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാനാവില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ശശി തരൂരിന്റെ ഈ ഒരു തുറന്നു പറച്ചിൽ? പാർത്ഥൻ, ഒന്നാമത്തെ കാര്യം, ശശി തരൂരിനോട് സംസാരിച്ചിരിക്കുന്നത് അത്രയും കേവലം ഒരു രാഷ്ട്രീയക്കാരനെന്നോ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയക്കാരനെന്നോ ഉള്ള രീതിയിലല്ല. അതാണ് നമ്മൾ കൺവെൻഷനലി കണ്ടുവന്നിരിക്കുന്നത്. പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന ഒരാൾ ഭരണപക്ഷത്ത് നിന്ന് സർക്കാർ എന്ത് ചെയ്താലും അതിനെ വിമർശിച്ചിരിക്കണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ധാരണയൊക്കെ പല ആൾക്കാർക്കുമുണ്ട്. പക്ഷേ ശശി തരൂർ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നല്ലതിനെ നല്ലത് എന്ന് പറയുന്നത് തന്നെയാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ സംസാരിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ദേശീയ താല്പര്യത്തിലാണ്. കാരണം അദ്ദേഹം ഇവിടെ 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതിൽ ഒന്ന്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി മോദിക്ക് കിട്ടുന്ന ഒരു കോംപ്ലിമെൻറ്റ്, ആ കോംപ്ലിമെൻറ്റ് തൻ്റെ രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് കിട്ടിയതാണ് എന്ന രീതിയിൽ കണ്ടുകൊണ്ട് അതിലൊരു അഭിമാനം അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ ട്രംപ് തന്നെയാണ് പറയുന്നത് തന്നെക്കാൾ മികച്ചൊരു നെഗോഷിയേറ്റർ എന്നത് നരേന്ദ്രമോദിയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് തലേന്നാണ്, എനിക്ക് തോന്നുന്നു അവരുടെ ഫോറിൻ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, പറഞ്ഞത് ട്രംപ് ഏറ്റവും മികച്ച നെഗോഷിയേറ്ററാണ് എന്ന്. അപ്പോൾ ട്രംപ് ഏറ്റവും മികച്ച നെഗോഷിയേറ്ററാണ് എന്ന് പറയുമ്പോൾ അതിന് തൊട്ടടുത്ത ദിവസം ട്രംപ് തന്നെ പറയുകയാണ് തന്നെക്കാൾ മികച്ച നെഗോഷിയേറ്റർ നരേന്ദ്രമോദിയാണ് എന്ന്. അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള ഒരു കോംപ്ലിമെൻറ്റ് അമേരിക്കയുടെ ഭരണ തലവൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് ഒരു ഇന്ത്യക്കാരൻ, അത് ഏത് രാഷ്ട്രീയത്തിലുള്ള ആളുമായിക്കോട്ടെ, നമ്മുടെ നേതാവിന്, നമ്മുടെ ഭരണാധികാരിക്ക് അത് കിട്ടി എന്ന രീതിയിലത്തേക്കുള്ള ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ അത് ഉണ്ടാവുകയാണ് എല്ലാവർക്കും ചെയ്യേണ്ടത്. ശശി തരൂരിന് അത് ഉണ്ടായി. പക്ഷേ കോൺഗ്രസ്സിലുള്ള മറ്റ് നേതാക്കന്മാർക്ക് അത് ഉണ്ടാകുമോ, പ്രതിപക്ഷത്തുള്ള മറ്റ് നേതാക്കന്മാർക്ക് അത് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. അത് തന്നെയുമല്ല, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷനാണ്. അതായത് ട്രംപ് എല്ലായ്പ്പോഴും ഇത്തരം കാര്യങ്ങളിൽ താൻ അഗ്രഗണ്യനാണ് എന്ന് സ്വയം കരുതുന്ന ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ നല്ലൊരു നെഗോഷിയേറ്റർ ആയിരിക്കണം. അപ്പോൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ഒരു താല്പര്യത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം രാജ്യ താല്പര്യങ്ങൾ മുൻനിർത്തി ഏറ്റവും മികച്ച രീതിയിലത്തേക്ക് നെഗോസിയേഷനുകളിൽ ഇടപെടാൻ കഴിയുന്നത് അദ്ദേഹത്തിനാണെന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഓൾറെഡി ഉണ്ട്. പക്ഷെ അങ്ങനെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയെ കൊണ്ട് മറ്റൊരാളിനെക്കുറിച്ച് ഈ രീതിയിലത്തേക്കുള്ള ഒരു പരാമർശം, തന്നെക്കാൾ ബെറ്റർ എന്ന് പറയിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എന്ന് ശശി തരൂരിന് മനസ്സിലാകും. കാരണം അദ്ദേഹം ഇത്തരത്തിൽ നയതന്ത്രം കൈകാര്യം ചെയ്തിട്ടുള്ളയാളാണ്, വിവിധ ലോക നേതാക്കന്മാരെ കണ്ടിട്ടുള്ളയാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്താവനയുടെ വെയിറ്റ് എത്രയാണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാക്കും. ആ ഒരു പ്രസ്താവന അദ്ദേഹം സ്വീകരിക്കുന്നതും അതിൽ അദ്ദേഹം അത്ഭുതം പ്രകടിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ ഒരു ദേശീയ താല്പര്യത്തിനാണ്. കാരണം അവിടെ നരേന്ദ്രമോദി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നാണ്. അപ്പോൾ ഈ 2 രാജ്യങ്ങളും തമ്മിൽ പല വിഷയങ്ങളിലും, ഇപ്പോൾ ട്രേഡ് ആയിക്കോട്ടെ, താരിഫ് ആയിക്കോട്ടെ, ആംസ് ഡീൽ ആയിക്കോട്ടെ, ഇമിഗ്രേഷൻ്റെ കാര്യമായിക്കോട്ടെ, ബൈലാറ്ററൽ ടൈസ് ആയിക്കോട്ടെ, വിദേശകാര്യമായിക്കോട്ടെ, ഈ വിഷയങ്ങളിലെല്ലാം തന്നെ നടക്കുന്നതാണ് ചർച്ച എന്ന് പറഞ്ഞാൽ പലപ്പോഴും കൊടുക്കൽ വാങ്ങലുകളാണ്, നെഗോസിയേഷൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള നെഗോസിയേഷനിൽ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഡെലഗേഷനും സാധിച്ചു എന്നതിൻ്റെ ഒരു സ്റ്റാമ്പാണ് അവിടെ ട്രംപ് കൊടുക്കുന്നത്. അല്ലാതെ കേവലം നരേന്ദ്രമോദി മിടുക്കൻ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നെഗോഷിയേറ്റർ എന്ന രീതിയിലാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം, അതിപ്പോൾ പ്രത്യേകിച്ച് താരിഫിലാണെങ്കിൽ ട്രേഡിലാണെങ്കിലൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഒരുപക്ഷെ ട്രംപിൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് അത് അവതരിപ്പിക്കാൻ പ്രധാനമന്ത്രിക്കും ഡെലിഗേഷനും സാധിച്ചിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അത് രാജ്യത്തിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് തന്നെ കരുതേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. അവിടെ തരൂർ കൃത്യമായി നാഷണൽ ഇൻട്രസ്റ്റിലാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ട്രേഡും താരിഫും പറയുമ്പോൾ തന്നെയാണ് നമ്മളിതിലെ 2ാമത്തെ ഭാഗം കാണേണ്ടത്. അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺസ് എല്ലാം അഡ്രസ്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് 2 രാജ്യതലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് പലപ്പോഴും ആൾക്കാരുടെ, മാധ്യമങ്ങളുടെയൊക്കെ തന്നെ എക്സ്പെക്റ്റേഷൻസ് വളരെ കൂടുതലാണ്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തോ, അതിനെപ്പറ്റി എല്ലാം ഒരു ജോയിൻറ്റ് പ്രസ് മീറ്റ് ഉണ്ടോ, ഇനി അതിൻ്റെ തുടർ നടപടികളുണ്ടോ, ഈ കാര്യത്തിലൊക്കെ ഒരു അവ്യക്തത പലപ്പോഴും അവശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അതില്ല.
ഇപ്പോൾ ട്രേഡ് ആൻഡ് താരിഫ് നെഗോസിയേഷൻ ആണെങ്കിൽ അത് തുടരുമെന്നാണ്. ഒരു പക്ഷേ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറോട് കൂടി അതിലൊരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കകളെല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് കേവലം രാഷ്ട്രീയ വിമർശനമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ആ വിഷയത്തിനെ പറ്റി കാര്യമായിട്ട് ചർച്ച ചെയ്യാൻ പോവുകയാണ് എന്നും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഡിപ്ലോമാറ്റിൻ്റെ മനസ്സോട് കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, ഇനി കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട നോട്ടുകളൊക്കെ തന്നെ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് എന്ന്. കാരണം അതിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. ചെറിയ കാലത്തേക്കാണെങ്കിലും വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയാണല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ കൃത്യമായിട്ട് അറിയാം. ദേശീയ താല്പര്യത്തിൽ അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയ താല്പര്യം എന്ന് പറയുന്നത് ഡിഫൻസ് ഡീലുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, F-35 വിമാനങ്ങൾ അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമാറ്റിക് വിക്ടറി ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. ആ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്, പൂർണ്ണമായും ദേശീയ താല്പര്യത്തിലാണ്. കാരണം നമുക്ക് F-35 ഉണ്ട്, അത് വന്നു ചേരുന്നത് നമുക്ക് ഓൾറെഡി റഫാലുള്ള ഒരു സൈന്യത്തിൻ്റെ ശേഷിയിലേക്കാണ് അതിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ്, അതുവഴി നമ്മുടെ രാജ്യമാണ്, നമ്മുടെ സുരക്ഷിതത്വമാണ് എന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള പല ദേശീയ പാർട്ടികളുടെയും ആൾക്കാരൊക്കെ തന്നെ ഒരു സമയത്ത് നിങ്ങൾ അവിടെ ആക്രമിച്ചിരിക്കുന്നതിന് തെളിവുണ്ടോ, ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുണ്ടോ എന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മുടെ സൈന്യത്തിനെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല നടപടികളുമായിട്ട് പോകുന്നതിന് ഗവൺമെൻറ്റിനെ ശ്ലാഘിക്കുന്ന ഒരു പ്രതിപക്ഷ നിരയിലുള്ള ഒരു നേതാവ് ഉണ്ടാകുന്നത്. ആ നേതാവിൻ്റെ പ്രാധാന്യം തന്നെ അദ്ദേഹം ഒരുപക്ഷെ കോൺഗ്രസ് അധ്യക്ഷനാകാൻ മത്സരിച്ചിരുന്ന, ഒരുപക്ഷെ ആകേണ്ടിയിരുന്ന ആൾ എന്ന നിലയ്ക്ക് വേണം നമ്മളതിനെ കാണാൻ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായതിനു ശേഷം അവരുടെ അപ്രോച്ചിൽ ഒരു കാര്യമായ ഷിഫ്റ്റ് ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിന്യൂഡ് വിഗറും എനർജിയും ഒക്കെ ഉണ്ടാകണം അവരുടെ നേതൃസ്ഥാനത്തേക്ക് നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാത്ത ഒരാൾ വരുമ്പോൾ എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അതുണ്ടായില്ല. ഒരുപക്ഷെ അതുണ്ടാക്കാൻ പറ്റുമായിരുന്ന ഒരു നേതാവ് ശശി തരൂർ ആയിരുന്നു. സപ്പോസ് ശശി തരൂർ ആയിരുന്നു കോൺഗ്രസിൻ്റെ അധ്യക്ഷനെങ്കിൽ ആലോചിച്ച് നോക്കുക, ഈ പ്രസ്താവനയ്ക്കുണ്ടാകുന്ന ഒരു വ്യാപ്തി എന്താണ് എന്ന് ആലോചിച്ച് നോക്കുക. അതായത് ദേശീയ താല്പര്യത്തിലുള്ള വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പമാണ് പ്രതിപക്ഷം എന്ന രീതിയിലത്തേക്കുള്ള ഒരു വളരെ സുന്ദരമായിട്ടുള്ള ഒരു മെസ്സേജ് ഈ രാജ്യത്ത് മൊത്തം സ്പ്രെഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അതാണ് പ്രശ്നം. ഈ എറിയാൻ കഴിയുന്ന ആൾക്കാരുടെ കയ്യിൽ വടി കിട്ടില്ല എന്ന് പറയുന്നത് പോലെ ശശി തരൂരിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഇപ്പോഴും അവർക്ക് കഴിയുന്നില്ല. അദ്ദേഹത്തിന് ക്രിറ്റിസിസം നോക്കൂ, ഇതിലെല്ലാ കാര്യത്തിലും അദ്ദേഹം പുകഴ്ത്തലുകളല്ല പറയുന്നത്. ഇപ്പോൾ പാർത്ഥൻ തന്നെ പറഞ്ഞതുപോലെ ഇല്ലീഗൽ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമായിരുന്നു അദ്ദേഹം പറയുന്നത് എന്താണ്, നല്ല രീതിയിലത്തേക്ക് മൊത്തത്തിൽ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ആൾക്കാരെ കൊണ്ടുവന്നിരുന്നത്, അവരെ ബന്ധനസ്ഥരാക്കി കൊണ്ടുവരുന്നത്, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് നെഗോസിയേഷൻ വഴി മാറ്റാനായിട്ട് സാധിക്കുമായിരുന്നു, അതിന് പ്രധാനമന്ത്രിക്ക് കഴിയും എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനെ തിരിച്ചുവിടുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അധികാരമാണ്, അതിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ മര്യാദയാണ്. ഈ രണ്ട് കാര്യങ്ങളും അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇനിയാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ അവരെ റെസ്ട്രെയിൻസ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, മിലിറ്ററി എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു പാത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ശ്രമിക്കാമെന്ന് പറയുമ്പോൾ ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇതും കൂടി പറയുന്ന സമയത്ത് ഇതിന് കിട്ടുന്ന പ്രാധാന്യം ആലോചിച്ച് നോക്കുക. അതായത് കേവലം എതിർക്കാൻ വേണ്ടി എതിർക്കുകയല്ല, അംഗീകരിക്കപ്പെടേണ്ടുന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുന്നു, ആശ്ചര്യപ്പെടേണ്ട കാര്യങ്ങളെ ആശ്ചര്യത്തോടുകൂടി നോക്കിക്കാണുന്നു. എന്നാൽ അതിൽ വിമർശനം ഉന്നയിക്കേണ്ടുന്ന കാര്യത്തിൽ ആ സമയത്ത് അതൊരു പോസിറ്റീവായിട്ടുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസമാണ് എന്ന് കണ്ടുകൊണ്ട് അതിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് BJP-ക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഇല്ലീഗൽ മൈഗ്രേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ഈ രണ്ടാൾക്കാരും ശരിയായ നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പം ഞാൻ ആശിച്ചു പോകുന്നത്, ഒരുപക്ഷെ ശശി തരൂർ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നുവെങ്കിൽ കോൺഗ്രസിനൊരു കൃത്യമായ ദിശാബോധം നൽകുന്നതിന് വേണ്ടിയും ദേശീയ താല്പര്യത്തിലാണ് തങ്ങളുടെ പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പ് ആൾക്കാരിൽ, പ്രവർത്തകരിൽ ഒക്കെ തന്നെ ജനതയ്ക്ക് മൊത്തത്തിൽ നൽകുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ പലപ്പോഴും ദൈവം വടി കൊടുക്കാറില്ല എന്ന് പറയുന്നത് എത്രത്തോളം റെലവൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ കേസിലെന്നാണ് ഞാൻ ഓർത്തു പോകുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ചേർത്ത് പിടിക്കുകയും വിമർശിക്കേണ്ടതിനെ വിമർശിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. പലപ്പോഴും കോൺഗ്രസ് ഈ ദേശീയതയുടെ കാര്യത്തിൽ പലപ്പോഴും അത് വിട്ടുപോകുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള ഹിന്ദു വിരുദ്ധതയൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. RSSനെ എതിർക്കുക എന്നാൽ ഹിന്ദുവിനെ എതിർക്കുക എന്ന നിലയിലേക്കൊക്കെ BJP പോകുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് പോകുന്നു. ഈ പറയുന്നത് പോലെ ശശി തരൂർ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക്, രാജ്യത്തിൻ്റെ നേട്ടം എന്ന നിലയിലേക്ക് അതിനെ കണ്ടുകൊണ്ട് ഒരു വിഷയം സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം അതിനെ എതിർക്കുകയും
എന്ത് സർക്കാർ ചെയ്താലും അതിനെ ഒക്കെ എതിർക്കണം എന്ന നിലപാടിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഒരു നല്ല രാഷ്ട്രീയമല്ല ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായും പറയേണ്ടി വരും. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.